ജീവിതത്തിൽ എത്രയൊക്കെ പ്രതിസന്ധി വന്നാലും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വിട്ടുമാറാൻ പറ്റാത്ത രീതിയിൽ ദൈവത്തിന് നമ്മളവൻ്റെ സ്നേഹത്തിൽ ലോക്കാക്കാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യമാണ്, കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുന്ന ആര്? കഷ്ടതയാകട്ടെ, പട്ടിണിയാകട്ടെ, ഉപദ്രവമാകട്ടെ, നഗ്നതയാകട്ടെ എന്ന് പറഞ്ഞ അപ്പോസ്തലൻ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ലോകത്തിലുള്ളത് മാത്രമല്ല, വരുവാനുള്ളതിനകത്താണെങ്കിൽ പോലും ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയത്തില്ലെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. കാരണം കർത്താവിനെ അറിയാതിരുന്ന സ്ഥാനത്ത് തന്നെ പിടിച്ച ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം താൻ മനസ്സിലാക്കി. തൻ്റെ മേൽ വെളിപ്പെട്ടു വന്ന ദൈവിക വെളിപ്പാടിൽ കർത്താവിൻ്റെ സ്നേഹം എന്താണ് താൻ തിരിച്ചറിഞ്ഞു. അതിൻ്റെ ബോധ്യം അറിയാവുന്നതുകൊണ്ട്, നിത്യതയുടെ വെളിപ്പാട് തൻ്റെ അകത്തുള്ളത് കൊണ്ട് എന്തൊക്കെ പ്രശ്നം വന്നാലും ഈ കർത്താവിനെ വിട്ടു പോകത്തില്ല എന്നുള്ള ഭയങ്കര ഉറപ്പ് പൗലോസിൻ്റെ അകത്തുണ്ടാകാനിടയായി. യോഹന്നാൻ്റെ ജീവിതത്തിലും യേശുവിൻ്റെ മാർവോട് ചേർന്നിരുന്ന ഒരു യോഹന്നാൻ നമുക്ക് കാണാൻ കഴിയത്തില്ലേ? എത്രയൊക്കെ അവസരങ്ങൾ ഉണ്ടായാലും മറ്റുള്ള കാര്യങ്ങൾക്ക് പോകാതെ യേശുവിൻ്റെ മാർവോട് ചേർന്നിരിക്കുന്ന ഒരു യോഹന്നാൻ നമുക്ക് കാണാൻ കഴിഞ്ഞെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ പലരും കർത്താവിനെ വിട്ടുമാറുന്ന ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ ദൈവസ്നേഹം അനുഭവിച്ചവരും യഥാർത്ഥ ദൈവിക ആ ബന്ധത്തിലുള്ളവനെ ഇതൊന്നും ബാധിക്കുന്നൊരു വിഷയമല്ല. ഈ ദിവസങ്ങളിൽ മറ്റുള്ളവർ വിട്ടുപോകുന്നു, ഇതൊന്നും നമ്മളെ ബാധിക്കുന്നൊരു കാര്യമല്ല. നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും എതിർപ്പുകൾ ഉണ്ടായാലും കർത്താവിനെ വിട്ടുമാറാൻ പറ്റാത്ത രീതിയിൽ ആ ദൈവിക സ്നേഹത്തിൽ നമ്മളത് ലോക്കാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു ദൈവിക ബന്ധത്തിലേക്ക് കയറുവാൻ കർത്താവ് നമ്മളെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.